അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന്റെ എന്തൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? കാളിദാസ സ്റ്റോറിയൊക്കെ പഠിച്ചല്ലേ? കാളിദാസന് എങ്ങനെയാണ് ഈ പേര് ലഭിച്ചത് എന്നൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. അതിന്റെ മീനിങ്സ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നോട്ടിലൊക്കെ എഴുതി. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസറും ട്രൂ ഓർ ഫോൾസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നോട്ട് വർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ടൈം കളയണ്ട, പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ വരുന്ന കമ്മിങ് മൺഡേയില് ടീച്ചർ ഒരു ടെസ്റ്റ് പേപ്പർ പറയുന്നുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ബിയർ ആൻഡ് ലിറ്റിൽ ബിയർ പഠിച്ചു കഴിഞ്ഞു, സ്റ്റോറി ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതാണ് അല്ലേ? അപ്പൊ അതിന്റെ ടെസ്റ്റ് പേപ്പർ ഈ കമ്മിങ് മൺഡേ ആണ് മോർണിംഗില്. ഓക്കെ, അപ്പൊ മറന്നു പോകണ്ട. The great bear and the little bear. Okay. Okay, all of you take your textbook. Please listen here. Page number 27, 27. Okay. Write true or false in the boxes. Write true or false in the boxes. First one, Kalidasa means the servant of the goddesses Kali. Kalidasa was King Vikramaditya's court painter. Vidyavati was a beautiful and learned dancer. The princess said, "Whoever can answer my questions will be my husband." The goddesses Kali painted the holy letters of the Sanskrit language on Kalidasa's tank. അപ്പോൾ ഇവിടെ സെൻറ്റൻസസ് തന്നിട്ടുണ്ടല്ലേ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ സ്റ്റോറി പഠിച്ചതിൻ്റെ ബേസിസിലുള്ള കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം ഈ ബോക്സസിൽ. ട്രൂ ആണെങ്കിൽ ട്രൂ എന്നും ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ഫസ്റ്റ് 2 പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക, നോട്ടിലും എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. കാളിദാസ മീൻസ് ദ സെർവൻറ്റ് ഓഫ് ദ ഗോഡസസ് കാളി. കാളിദാസ എന്ന പേരിൻ്റെ എങ്ങനെയാണ് പേര് കിട്ടിയത്, അല്ലെങ്കിൽ പേരിൻ്റെ അർത്ഥം എന്താണ്? ഗോഡസസ്, കാളി ഗോഡസസിൻ്റെ സെർവൻ്റ് ആണ്. ദ സെർവൻറ്റ് ഓഫ് ദി ഗോഡസസ് കാളി. ട്രൂ ആണോ ഫോൾസ് ആണോ? എന്താ എഴുതണ്ടേ ഇവിടെ? ട്രൂ ആണല്ലേ. അപ്പോൾ കാളിദാസ മീൻസ് ദ സെർവൻറ്റ് ഓഫ് ദി ഗോഡസസ് കാളി. അപ്പോൾ ട്രൂ, ടി അല്ലെങ്കിൽ ട്രൂ എന്നിവിടെ ഈ സ്പേസ് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വൺ, കാളിദാസ വാസ് കിങ് വിക്രമാദിത്യാസ് കോട്ട് പെയിൻറ്റർ. കാളിദാസൻ വിക്രമാദിത്യ രാജാവിൻ്റെ കോട്ട് പെയിൻറ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ലല്ലോ, കോട്ട് പോയറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ കോട്ട് പെയിൻറ്റർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ദെൻ third one, Vidyavati was a beautiful and learned dancer. The princess said, "Whoever can answer my questions will be my husband." The goddesses Kali painted the holy letters of the Sanskrit language on Kalidasa's tank. അപ്പോൾ ബാക്കി നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നിവിടെ കാണിക്കുക. നോട്ടിലും ഇത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് കംപ്ലീറ്റ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കിയേ. ഹു വാസ് ആംഗ്രി വിത്ത് വിദ്യാവതി? വാട്ട് ഡിഡ് ദേ വാണ്ട് ടു ഡു? ഹു വാസ് ആംഗ്രി വിത്ത് വിദ്യാവതി? വാട്ട് ഡിഡ് ദേ വാണ്ട് ടു ഡു? ആരൊക്കെയായിരുന്നു വിദ്യാവതിയോട് ദേഷ്യം ഉണ്ടായിരുന്നത്? ആർക്കൊക്കെയായിരുന്നു വിദ്യാവതിയോട് ദേഷ്യമുണ്ടായിരുന്നത്? വാട്ട് ഡിഡ് ദേ വാണ്ട് ടു ഡു? എന്താണ് ആൻസർ? മെനി കിങ്സ്, വാരിയേഴ്സ് ആൻഡ് ലേൺഡ് മാൻ വെയർ ആംഗ്രി വിത്ത് വിദ്യാവതി. ഒരുപാട് കിങ്സിനും വാരിയേഴ്സിനും ലേൺഡ് മെന്നിനും ഒക്കെ വിദ്യാവതിയോട് ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നു. ദേ വാണ്ടഡ് ടു ടീച്ച് ഹർ എ ലെസൺ ഫോർ ലാഫിങ് അറ്റ് ദം. അവർക്ക് എന്തായിരുന്നു അവരുടെ തീരുമാനം? ഇവളിങ്ങനെ കളിയാക്കി വിടുന്നതിലും കളിയാക്കി ചിരിക്കുന്നതിലും അവിടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയാത്തതിലേക്ക് ഇവർക്ക് ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നു. ഇവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നായിരുന്നു
ഇവരുടെ തീരുമാനം. അപ്പം എന്താണ് ആൻസർ? മെനി കിങ്സ്, വാരിയേഴ്സ് ആൻഡ് ലേൺഡ് മെൻ വെയർ ആംഗ്രി വിത്ത് വിദ്യാവതി. They wanted to teach her a lesson for laughing at them. Okay, next. The learned men saw someone sitting on a branch of tree. Who was he? What was he doing? അപ്പോൾ സ്റ്റോറിയിൽ പറയുന്നുണ്ടല്ലേ, ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ ഇരുന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന ആ കൊമ്പ് തന്നെ മുറിക്കാൻ ശ്രമിക്കുന്നതായിട്ട്. അതാരാണ്? വാട്ട് വാസ് ഹി ഡൂയിങ്? എന്താണ് അവൻ ചെയ്യുന്നത്? എന്തൊക്കെയായിരുന്നു? നോക്കിയേ. ഹി വാസ് എ ഷെപ്പേർഡ്. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് എ ഷെപ്പേർഡ്. ഹി വാസ് കട്ടിങ് the branch of a tree on which he was sitting. അവൻ ഇരിക്കുന്ന കൊമ്പ് തന്നെയായിരുന്നു അവൻ മുറിക്കാൻ ശ്രമിച്ചിരുന്നത്. ഓക്കെ, then third one. What did the learned men do when the shepherd woke up? എന്താണ് ആൻസേഴ്സ്? They bathed him, they rubbed oil into his skin. ആദ്യം എന്തായിരുന്നു? They bathed him. B. They rubbed oil into his skin. C. They sprinkled perfume on him. They dressed him in fine clothes. They tied a white and gold turban on his head. Okay, next, fourth one. How did the false scholar answer Vidyavati's questions? എന്താണ് ആൻസർ? The false scholar made actions with his hand to answer the questions. എങ്ങനെയായിരുന്നു? ആക്ഷൻസ് കൊണ്ടായിരുന്നു ആൻസർ ചെയ്തിരുന്നത്. ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തിരുന്നത് ആക്ഷൻസിലൂടെയായിരുന്നു ഷെപ്പേർഡ്. ഓക്കെ, ഹൂ എക്സ്പ്ലെയിൻഡ് ദ ഷെപ്പേർഡ്സ് ആൻസർ? ആരായിരുന്നു ഷെപ്പേർഡ്സിൻ്റെ ആൻസർ? ഹൂ എക്സ്പ്ലെയിൻ ദ ഷെപ്പേർഡ്സ് ആൻസർ? എന്താണ്? ദ സ്കോളേഴ്സ് എക്സ്പ്ലെയിൻ ദി ഷെപ്പേർഡ്സ് ആൻസർ. ഷെപ്പേർഡിൻ്റെ ആൻസർ കൊടുത്തിരുന്നത് ആരായിരുന്നു? ദ സ്കോളേഴ്സ് എക്സ്പ്ലെയിൻ ദ ഷെപ്പേർഡ്സ് ആൻസർ. ഓക്കെ, വൈ വാസ് ദ പ്രിൻസസ് ഷോക്ക്ഡ്? എന്തുകൊണ്ടായിരുന്നു വിദ്യാവതി ഷോക്കായത്? പ്രിൻസസ് ഷോക്കായത് എന്തുകൊണ്ടായിരുന്നു? ദ പ്രിൻസസസ് വാസ് ഷോക്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ യങ് സ്കോളർ വാസ് ആൻ ഇല്ലിറ്ററേറ്റ് ഷെപ്പേർഡ്. എന്തായിരുന്നു പ്രിൻസസ് ഷോക്കായത്? അവൾ എന്ത് തിരിച്ചറിഞ്ഞു? ഈ യങ് സ്കോളർ എന്ന് പറഞ്ഞയാൾ ഇല്ലിറ്ററേറ്റ് ഷെപ്പേർഡ് ആയിരുന്നു എന്നറിഞ്ഞപ്പോഴായിരുന്നു ഷോക്ക്ഡ് ആയത്, പ്രിൻസസ് ഷോക്കായത്. ഓക്കെ, all of you take your notebooks. Write complete answers to the following questions. First one, who was angry with Vidyavati? What did they want to do? എന്താണ് ആൻസർ? many kings, warriors and learned men were angry with Vidyavati. They wanted to teach her a lesson for laughing at them. Second one, the learned men saw someone sitting on a branch of a tree. Who was he? What was he doing? എന്താണ് ആൻസർ? He was a shepherd. He was cutting the branch of a tree on which he was sitting. Third one, what did the learned men do when the shepherd woke up? First one, they bathed him. They rubbed oil into his skin. They sprinkled perfume on him. They dressed him in fine clothes. They tied a white and gold turban on his head. Okay, next, fourth one. How did the false scholar answer Vidyavati's questions? Answer: the false scholar made actions with his hands to answer the questions. Fifth one, who
explained the shepherd's answer. The scholars explained the shepherd's answers. The scholars explained the shepherd's answers. Last one. Why was the princess shocked? Why was the princess shocked? The princess was shocked to find out that the young scholar was an illiterate shepherd. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് നോട്ടിൽ ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, നമുക്കിന്ന് ബാക്കി ക്യാപിറ്റൽ ലെറ്റേഴ്സും കണക്ട് ചെയ്തിട്ടുള്ള സ്മോൾ ലെറ്റർ വേർഡ്സും നമുക്കിന്ന് നോക്കാം. നമ്മൾ പഠിച്ച ഏതൊക്കെയായിരുന്നു? ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് വരെ പഠിച്ചത്. ഐ, ജെ, കെ, എൽ. ഇതിൽ ജെയും ആ എഫ് എഴുതുന്ന എഫും ജി ഒക്കെ എഴുതുന്ന പോലെ ആ 4 ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് ജെ എഴുതുന്നത്. നമ്മൾ ആ കണക്ട് ചെയ്തിട്ടുള്ള ആ വേർഡ്സും കൂടെ എഴുതാൻ നോക്കും. നോക്കൂ, ഐ, ജെ, കെ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. നോക്കി ഐ, ജെ എഴുതുമ്പോഴത്തേക്ക് ആ 4 ലൈൻ ടച്ച് ചെയ്ത് എഴുതുക. കെ, കെ, എൽ. ഇത്രയാണ് ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം. ഐ, ജെ, കെ, എൽ. അടുത്ത് നമുക്ക് ഈ 4 വേർഡ്സിൽ നിന്ന് എഴുതി നോക്കാം. ഇമ്പോർട്ട്, import, jar, jar, king, king, lion, lion. ഇത് നമുക്ക് നോട്ടിൽ എങ്ങനെയാണ് ഈ ഓരോ അക്ഷരവും യൂണിവേഴ്സലിൽ എഴുതുന്നത് നമുക്ക് നോക്കാം. കഴ്സി റൈറ്റിംഗ് നോട്ട് എന്നിട്ട് നോക്കൂ, ടീച്ചർ പറയുന്ന പോലെ ടീച്ചർ എഴുതുന്ന പോലെ നോക്കൂ. ഇമ്പോർട്ട് എങ്ങനെയാണ് വേർഡ് എഴുതുന്നത് നോക്കൂ. ഇമ്പോർട്ട്. കണ്ടോ? അടുത്തത് ജാർ, ജെ എ ആർ, ജാർ. നെക്സ്റ്റ് വേർഡ് അതാണ് കിങ്, കെ ഐ എൻ ജി, കിങ്. നെക്സ്റ്റ് വേർഡാണ് ഇതാണ് നോക്കൂ, എൽ ഐ ഒ എൻ, ലയൺ. ഇതുപോലെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് 5 ടൈംസ് എഴുതുന്നു. ഇതിൽ ടീച്ചർ 1 ടൈം എഴുതി കാണിച്ചു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും 5 ടൈംസ് നീറ്റായിട്ട് എഴുതണം കേട്ടോ. അടുത്ത് ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ നോക്കൂ. ഐ എഴുതുന്ന വിധം ഐ, ജെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ 4 ലൈന് ടച്ച് ചെയ്തിട്ടാണ് ജെ എഴുതുന്നത്. ഐ, ജെ, കെ നോക്കൂ, കെ എൽ ഇങ്ങനെ എഴുതുന്ന നോക്കി, എൽ. കണ്ടോ? ഒരിക്കൽ കൂടി ടീച്ചർ കാണിച്ചു തരാം. ഐ, ജെ, കെ, എൽ. കണ്ടോ? ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എല്ലാവരും 5 ടൈംസ് നല്ല നീറ്റായിട്ട് ഐ, ജെ, കെ, എൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പഠിച്ചത് ഇമ്പോർട്ട്, ജാർ, കിങ്, ലയൺ. ഈ 4 വേർഡ്സും എല്ലാവരും നല്ല നീറ്റായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവരും എഴുതി അയക്കുമല്ലോ. ഓക്കെ, ബൈ. Hello, good morning butterflies. How are you all? Fine. Did you have your breakfast? Yes. Okay, good children. Today we are going to learn computer. Last class we learned a lesson more about keyboard. അതിൽ എന്താണ് നമ്മൾ
കീബോർഡിൻ്റെ കീസുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? കീസിൻ്റെ പേരുകൾ പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു. കുറച്ച് കീസിൻ്റെ പേരുകൾ പറഞ്ഞേ. നമ്പർ കീ, ആൽഫബറ്റ് കീ, സ്പേസ് ബാർ കീ, ബാക്ക് സ്പേസ് കീ അല്ലേ? അങ്ങനെ കുറച്ച് കീസിൻ്റെ പേരുകൾ പഠിച്ചു, അതിൻ്റെ ഫങ്ഷനും പഠിച്ചു. അപ്പോൾ ലെസൺ കഴിഞ്ഞു. ഇനി എന്താണ്? അതിൽ എക്സസൈസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ഓക്കെ, എക്സസൈസ്. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ഹൗ മെനി കീസ് ആർ ദെയർ ഓൺ ദ കീബോർഡ്? കീബോർഡിൽ എത്ര കീസാണ് ഉള്ളത്? എത്ര കീസാണ് ഉള്ളത്? 100, 104, 108. 104 ആണ് കറക്റ്റ്. ആൽഫബറ്റ് കീസ് ആർ യൂസ്ഡ് ടു ടൈപ്പ്. ആൽഫബറ്റ് കീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്ത് ടൈപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ലെറ്റേഴ്സ്. നമ്പേഴ്സ് അല്ല, നൺ. ഈ ഓപ്ഷനും അല്ല. ഏതാണ്? ലെറ്റേഴ്സ്. The third one, which keys are also called numeric keys? ന്യൂമറിക് കീസിന് വേറൊരു പേര് ആണ് ചോദിക്കുന്നത്. ആൽഫബറ്റ് കീസ്, ആരോ കീസ്, നമ്പർ കീസ്. ന്യൂമറിക് കീസിന് വേറൊരു പേര് എന്താണ്? നമ്പർ കീസ്. The longest key of the keyboard is. ലോങ്ങസ്റ്റ് കീ ഏതാണ്? നീളം കൂടിയ കീ ഏതാണ് കീബോർഡിൽ? ആരോ കീസ് ആണോ? സ്പേസ് ബാർ കീ ആണോ? ക്യാപ്സ് ലോക്ക് കീ ആണോ? സ്പേസ് ബാർ കീ. ലോങ്ങസ്റ്റ് കീ ഓൺ ദ കീബോർഡ്, സ്പേസ് ബാർ കീ. Filling the blanks. Dash is such a device that helps us to give commands to the computer. കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുന്ന, നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഡിവൈസ് ഏതാണ്? ഏതാണ്? കീബോർഡ്. The second one, we use keyboard to enter dash dash and dash into the computer. കീബോർഡ് എന്തിനാണ് നമ്മൾ എന്ത് എൻ്റർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? നമ്പേഴ്സ്, ലെറ്റേഴ്സ്, then symbol. The third one, there are dash alphabet keys on the keyboard. എത്ര ആൽഫബറ്റ് കീസ് ആണ് കീബോർഡിൽ ഉള്ളത്? 26 alphabet. The next one, there are 10 numeric keys from dash. Numeric keys 10 numeric keys ആണുള്ളത്. ഏത് മുതൽ ഏത് വരെയാണ്? 0 to 9. 0 to 9. The next one, arrow keys are used to move the cursor dash 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 and dash. ആരോ കീസ് നമ്മൾ എന്താണ്? കഴ്സർ മൂവ് ചെയ്യാൻ, എങ്ങോട്ടൊക്കെ കഴ്സറിനെ മൂവ് ചെയ്യാനാണ് നമ്മൾ സഹായിക്കുന്നത്, ഉപയോഗിക്കുന്നത്? ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും, പിന്നെ എന്താണ്? മുകളിലേക്കും താഴേക്കും. നെക്സ്റ്റ്, റീഡ് ദ നെയിം ഓഫ് ദ കീസ് ആൻഡ് ഡ്രോ ഇറ്റ്സ് പിക്ചർ. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. ഇതിലെന്താണ്? എൻ്റർ കീയുടെ പിക്ചർ വരയ്ക്കണം. നമ്മൾ നേരത്തെ കീബോർഡിലൊക്കെ കണ്ടു, കീബോർഡിൽ എൻ്റർ കീ കണ്ടു. എൻ്റർ കീ കണ്ടല്ലോ, ആരോ കാണിച്ചിരിക്കുന്ന കണ്ടല്ലോ, എൻ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഇവിടെ വരയ്ക്കണം, എൻ്റർ കീ വരയ്ക്കണം. അടുത്തെന്താണ്? ആരോ കീ. ആരോ കീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആരോ കീ വരയ്ക്കണം. അത് കഴിഞ്ഞ് എന്താ? ക്യാപ്സ് ലോക്ക് കീ വരയ്ക്കണം. ക്യാപ്സ് ലോക്ക് കീ, ദെൻ ന്യൂമറിക് കീ വരയ്ക്കണം, സ്പേസ് ബാർ കീ വരയ്ക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബാക്ക് പേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ക്യാപ്സ് ലോക്ക് കീ. അപ്പോൾ എന്താണ്? അതിൽ എഴുതിയാൽ മതി, ഒരു കീ വരച്ചിട്ട് അതിലെന്ത് എഴുതണം? ക്യാപ്സ് ലോക്ക് കീ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഹോംവർക്കായിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ കീസും വരയ്ക്കണം. നേരത്തെ കൊടുത്തിട്ടുള്ള ആ പിക്ചർ നോക്കിയിട്ട് അതുപോലെ വരച്ചാൽ മതി. അടുത്ത എന്താണ്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ആൻസറാണ്, അത് നോട്ടിൽ തരാം. പിന്നെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. കളർ ദ പിക്ചർ ഓഫ് കീബോർഡ് നീറ്റ്ലി. റിമെമ്പർ ടു കളർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് വിത്ത് ഡിഫറെൻറ്റ് ക്രയോൺസ്. എന്താ? കീബോർഡ് തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. കളർ ചെയ്യണം. പിന്നെ എന്താണ്? നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, കളർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് വിത്ത് ഡിഫറെൻറ്റ് ക്രയോൺ. ഓരോ ഡിഫറെൻറ്റ് കീസിനും ഡിഫറെൻറ്റ് കളർ ക്രയോൺ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഇതിൽ നമ്മൾ കുറേ കീസ് പഠിച്ചിട്ടുണ്ട്. ആൽഫബറ്റ് കീ പഠിച്ചിട്ടുണ്ട്, നമ്പർ കീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം
ക്രയോൺസുകൾ ഉപയോഗിക്കും. മനസ്സിലാകണമല്ലോ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകണം. അതുകൊണ്ട് പ്രത്യേക കളറുകളിലുള്ള ക്രയോൺസ് നിങ്ങൾ യൂസ് ചെയ്യണം. Fill in the blanks. Dash is such a device that helps us to give commands to the computer. Keyboard. We use keyboard to enter dash, dash and dash into the computer. Numbers, letters, symbol. There are dash alphabet keys on the keyboard. 26. There are 10 numeric keys from dash 0 to 9. Arrow keys are used to move the cursor dash, dash, dash and dash. Left, right, up and down. Answer the following. What is keyboard? Keyboard is such a device that helps us to give commands to the computer. എന്താണ് കീബോർഡിൻ്റെ യൂസ്? കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നതാണ് കീബോർഡിൻ്റെ ഉപയോഗം. ഹൗ ആൽഫബറ്റ് കീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ന്യൂമറിക് കീസ്. എന്താണ് വ്യത്യാസം? ആൽഫബറ്റ് കീസും ന്യൂമറിക് കീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൽഫബറ്റ് കീസ് ആർ യൂസ്ഡ് ടു ടൈപ്പ് ലെറ്റേഴ്സ്. ആൽഫബറ്റ് കീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനായിട്ട്. ന്യൂമറിക് കീസ് ആണെങ്കിലോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് നമ്പേഴ്സ്. ന്യൂമറിക് കീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ആരോ കീസ്? എന്താണ് ആരോ കീസ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആരോ കീസ് ആർ യൂസ്ഡ് ഫോർ മൂവിങ് ദ കഴ്സർ. കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോ കീസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മുകളിലേക്കും താഴേക്കും കഴ്സറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോ കീസ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് എഴുതണം, അതുപോലെ നോട്ട്ബുക്കിലുള്ള നോട്ട്സ് എഴുതണം, റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ടെസ്റ്റ് പേപ്പർ ആണ് നമുക്ക് ടീച്ചർ പറഞ്ഞായിരുന്നു, ഹിന്ദി ടെസ്റ്റ് പേപ്പർ. എല്ലാവരും പഠിച്ചായിരുന്നോ? ഈ കീ മാത്രമാണ് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിരുന്നത്. അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ഇടാൻ പോവുകയാണ്. എല്ലാവരും നല്ലതുപോലെ TP അറ്റൻഡ് ചെയ്യുക. ആൻസർ ഷീറ്റ് ടീച്ചറിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. Okay children.